ഇരിക്കൂ. ഞാൻ മീര ചെയ്ത് റിപ്പോർട്ട് വായിക്കായിരുന്നു. നല്ല റിപ്പോർട്ടാണ്. മീര വളരെ പെട്ടെന്നെല്ലാം പഠിച്ചെടുക്കുന്നുണ്ട്. ഗുഡ്. താങ്ക് യു സർ. കണ്ണൂര് പുതിയ ബ്രാഞ്ച് ഓഫീസ് തുടങ്ങാൻ പ്ലാനുണ്ട്. അവിടേക്ക് കുറച്ച് പുതിയ റിക്രൂട്ട്മെന്റ് നടത്തണം. ഒരു ഇന്റർവ്യൂ നമ്മുടെ കോഴിക്കോട്ട് ഓഫീസിൽ വെച്ച് നടത്താൻ പ്ലാനുണ്ട്. നമ്മുടെ പഴയ HR ടീമിനോട് ഇന്റർവ്യൂവിന് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് അയക്കാൻ പറഞ്ഞിട്ട് അവരയച്ചതെല്ലാം ക്ലീഷേ ചോദ്യങ്ങളാണ്. വരുന്നവരെല്ലാം ആ ചോദ്യങ്ങൾ തന്നെ പ്രതീക്ഷിച്ചാവും വരിക. അതിന് അവരുടെ കയ്യിൽ റെഡിമെയ്ഡ് ഉത്തരങ്ങളും ഉണ്ടാവും. അതിനോട് എനിക്കൊരു താല്പര്യമില്ല. മീര ആ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളും സെറ്റ് ചെയ്യാം സർ. അതാണല്ലോ എന്റെ ജോലി. ഗുഡ്. പിന്നെ അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രം എടുക്കാം, അല്ലേ? സർ, എക്സ്പീരിയൻസ് ഉള്ളവർ വേണം. പക്ഷേ ഫ്രഷേഴ്സിനും അവസരം കൊടുക്കണമെന്ന് എന്റെ അഭിപ്രായം. പല സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് ഓരോരുത്തരും പഠിച്ചിറങ്ങുന്നത്. ക്യാമ്പസ് ഇന്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടാത്ത നല്ല ക്രിയേറ്റീവ് ഐഡിയ ആയിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ചിലപ്പോൾ അക്കാഡമിക്കലി മാർക്കൊക്കെ കുറവായിരിക്കും. എങ്കിലും അവരെ കൂടി ഒന്ന് പരിഗണിച്ച് ഒരു 3 മാസത്തെ ട്രെയിനിങ് കൊടുത്താൽ നമുക്ക് നല്ല സ്റ്റാഫിനെ കിട്ടാൻ ചാൻസ് ഉണ്ട് സർ. ഈ ട്രെയിനിങ് കൊടുക്കുന്നതൊന്നും അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. എങ്കിലും അത് മറ്റൊരു രീതിയിൽ വർക്കൗട്ട് ആവുമെന്ന് നോക്കാം. സർ, ഞാൻ ട്രെയിനിങ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫിന്റെ കൂടെ ഒരു 3 മാസം ജോലി ചെയ്ത് പഠിക്കട്ടെ എന്നാ. പിന്നെ പുതിയ ആളുകൾക്ക് പുതിയ ഐഡിയാസും ഉണ്ടാവും. അത് നമുക്ക് പ്രയോജനപ്പെടും. അത് പരിഗണിക്കാം മീര. താൻ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. താങ്ക് യു സർ. തന്നെക്കുറിച്ച് ഇടയ്ക്കെൻ്റെ അമ്മ പറയാറുണ്ട്, മീര എന്തൊക്കെയോ പ്രത്യേകതയുള്ള കുട്ടിയാണെന്ന്. അത് ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അമ്മയ്ക്ക് തോന്നിയെന്നൊക്കെ. ഞാനിത് മുമ്പ് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല മനസ്സാണ് മീരയ്ക്ക്. താൻ തന്നെക്കുറിച്ച് മാത്രമല്ല ചുറ്റുമുള്ളവരെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട്. അവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഇക്കാലത്ത് വളരെ കുറവാണ്. ചുരുക്കി പറഞ്ഞാൽ യു ഹാവ് എ പോസിറ്റീവ് വൈബ്. തൻ്റെ പ്രസൻസ് കൊണ്ട് മറ്റുള്ളവർക്ക് നല്ല പോസിറ്റീവ് എനർജി കിട്ടും. തന്നോട് എത്ര നേരം സംസാരിച്ചാലും ബോറടിക്കില്ല. എന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടെങ്കിൽ അതെന്റെ അച്ഛൻ്റെയും അമ്മയുടെയും പിന്നെ മുത്തശ്ശിയുടെയും കയ്യിൽ നിന്ന് കിട്ടിയതാ. അവരുടെ അനുഗ്രഹ. നല്ല സ്വഭാവമുള്ള എത്രയോ അച്ഛനമ്മമാരുടെ മക്കള് വഴി പിടിച്ച് സഞ്ചരിക്കുന്നു. അതവരുടെ വളർത്തുദോഷം കൊണ്ടല്ലല്ലോ. ഓരോ മനുഷ്യർക്കും ഓരോ സ്വഭാവമാണ്. മനുഷ്യരുടെ ചിന്തകളാണ് അവരുടെ സ്വഭാവമായി മാറുന്നത്. മീര നല്ല രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് മീരയ്ക്ക് നല്ല സ്വഭാവവും പെരുമാറ്റവും ഉണ്ടായത്. തന്നെ പരിചയപ്പെടുന്നവരെ ആകർഷിക്കാനുള്ള കഴിവ് മീരയ്ക്കുണ്ടെന്ന് മീരയോട് പറയുന്ന ആദ്യത്തെ ആളൊന്നും ആയിരിക്കില്ലല്ലോ ഞാൻ. അല്ല സർ, കോളേജിലൊക്കെ വെച്ച് പലരും പറഞ്ഞിട്ടുണ്ട്. അത് നന്നായി. അല്ലെങ്കിൽ ഞാൻ വെറുതെ തന്നെ പുകഴ്ത്തിയാണെന്ന് താൻ കരുതിയേനെ. സാർ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷേ കോളേജിൽ വെച്ച് പറഞ്ഞവർക്കെല്ലാം മറ്റു പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. അതെനിക്ക് മനസ്സിലായി. പുകഴ്ത്തി പറഞ്ഞാൽ പിറ്റേ ദിവസം പ്രപ്പോസ് ചെയ്യാൻ വന്നിരിക്കും, അല്ലേ? പക്ഷേ ഞാൻ അത്രക്കാരനല്ല കേട്ടോ. അയ്യോ, അറിയാം സർ. സാറിന്റെ ഇതുവരെയുള്ള പെരുമാറ്റത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ഗുഡ്. അത് നന്നായി. എന്നാ മീര ചെന്നോളൂ. ഇന്റർവ്യൂവിന്റെ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് എനിക്ക് മെയിൽ ചെയ്തോളൂ. ഓക്കെ സർ. താങ്ക് യു.